The Waqf board also has taken a stand. Yeah, that's right. Before the High Court as well as in the Supreme Court. What do you mean? That we will comply with the provisions of the section. What the hell are you talking? He talking to English. Already taken a stand. Because we like Indians. All Indians are our brothers and sisters. And we demanded the rejection of the petition also. The dismissal of the petition also. I talking English. Shut your bloody mouth, I say. നമസ്കാരമുണ്ടേ. വി എസിനെ ഉയർത്തിപ്പിടിച്ച് CPM. വി എസിന്റെ സ്പേസ് ചന്ദ്രനിലോ അല്ല, ചൊവ്വയിലോ അല്ലേ അല്ല, കേരളത്തിലാണ് ജനങ്ങളെ, കേരളത്തിൽ. അല്ല, വി എസിന്റെ സ്പേസ് നികത്താനൊന്നും ആർക്കും പറ്റില്ല. അപ്പം അത്തരത്തിലുള്ള നേതാക്കൾ നമ്മുടെ മുന്നിൽ നിന്നും മറഞ്ഞു പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ മുൻനിർത്തിയ മുദ്രാവാക്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവരെടുത്ത നിലപാടുകൾ, ആ നിലപാടുകൾ കൂടുതൽ ശക്തമായിട്ട് പാർട്ടിക്കകത്തായാലും പുറത്തായാലും ജനങ്ങളുമായിട്ടും പറഞ്ഞു പോവുക എന്നുള്ളതാണ്. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. കാണട്ടെ കാണട്ടെ, തുറക്കു. വി എസ് എ ലാൽ സലാം, തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം സഖാബേ, ഇത് നാൻ ചൊല്ലിയേ ആവണം. കാരണം അത്തരത്തിലുള്ള ഉൾപാർട്ടി സമരങ്ങൾക്കകത്ത് ശക്തമായ നിലപാടെടുക്കുവാൻ വേണ്ടി ഓരോ സഖാക്കൾക്കും കരുത്തേകുന്ന ഓർമ്മകൾ കൂടിയായി വി എസിന്റെ ദിനം മാറും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ദിവസം രാത്രിക്ക് രാമാനം പിണറായിയും കോടിയേരിയും വി എസിനെ കാണാൻ പോയത് കേരളത്തിൽ ആരും മറന്നിട്ടില്ല കേട്ടോ. ഇതാര് പറഞ്ഞു? ഞാൻ അറിഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യാം, ഈ കോഴക്കാര്യം നമ്മൾ പരസ്പരം പറയണ്ട. തിരുത്തി ഒരു വഴിയായി എല്ലാവരും തിരുത്തി. ഇനി കോക്രോച്ച് പാർട്ടിയിൽ നിന്ന് മാത്രമേ ഇനി ആള് വരാനുള്ളൂ തിരുത്താനേ. ഇപ്പം പാർട്ടി ഒരു വലിയ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല സർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്, 100% സൽസ്വഭാവി. ആ അവസരത്തിൽ വി എസിനെ പോലുള്ള ആളുകൾ എത്തരത്തിലായിരുന്നു ഈ പാർട്ടിയെ മുന്നോട്ട് നയിച്ചിരുന്നത്, ഈ പാർട്ടിക്കകത്ത് ഉൾപാർട്ടി സമരത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഓരോരുത്തർ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അതൊക്കെ ഇനി വരുന്ന കാലഘട്ടത്തിൽ വലിയ ഊർജ്ജം പകരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കൂടി കേരളത്തിന്റെ ഒരു ഭാവിയെ കരുതിയിട്ട് കൂടി നിങ്ങളൊരു അപ്രോച്ച് ഉണ്ടാകണം എൻ്റെ അഭ്യർത്ഥന, റിക്വസ്റ്റാണ്. വി എസിനെ പോലെ ഉള്ളവർ ഇപ്പോൾ ഇരുന്നെങ്കിൽ നിങ്ങളെ വറുത്തേനെ പൊന്നു സഖാക്കളെ. അങ്ങനെയല്ല, ഇപ്പം നമ്മൾ ഈ പറയുമ്പോൾ ഇപ്പം വി എസ് ആയാലും നായനാറായാലും കൃഷ്ണപ്പള്ളി ആയാലും EMS ആയാലും എല്ലാവരുടെയും ജീവിതങ്ങൾ, ഇപ്പൊ കോടിയേരിയുടെ ഒക്കെ ജീവിതങ്ങളുണ്ട്. ഇപ്പൊ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആളുകൾ പറയുന്ന പോലെ തന്നെ വി എസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആളുകൾ പറയുന്നത് ആ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അവരൊരു ഉത്തരമായിട്ട് തേടുന്നത് ഇത്തരം നേതാക്കളെയാണ്. ഇത്തരത്തിലുള്ള നേതാക്കൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന കാര്യങ്ങൾ ഈ പാർട്ടിക്കകത്ത് വരുന്നു എന്നുള്ള തോന്നലുകൾ നമ്മുടെ പാർട്ടി അണികൾക്കിടയിൽ, അനുഭാവികൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാകുന്നു. നമുക്ക് തോന്നുന്നുണ്ട് സഖാവേ, നന്നായി തോന്നുന്നുണ്ട്. അതുകൊണ്ടല്ലേ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വീടിന് മുന്നിൽ ED വന്നു നിന്നത്. തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. പുതുതായി എന്തൊക്കെയോ പറയുന്നു, കേട്ടോളി. 3 സീറ്റ് നിയമസഭയിൽ ആദ്യമായി ചേർക്കുന്ന BJP അവരുയർത്തുന്ന വെല്ലുവിളിയുണ്ട്. ഈ അതൃപ്തി അങ്ങോട്ടല്ല, നമ്മോടൊപ്പം വരണം. അതിനു വേണ്ടിയിട്ട് ഈ BJPക്കെതിരായിട്ട് എങ്ങനെയാണ് നമ്മുടെ പോരാട്ടം കൊണ്ടുപോവുക കേരളത്തിൽ? പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ കൂടി വരുന്ന സമയമാണ്. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പടക്കം മനസ്സിലായോ? കരുത്ത് പകർന്ന് ഇന്ത്യയുടെ ഭൂപടത്തിൽ ഒരു മൂലയ്ക്ക് അങ്ങ് ഇരുത്തിയിരിക്കുക. എന്നിട്ടാണ് BJPയെ അങ്ങ് പഠിപ്പിക്കാൻ പോയിരിക്കുക. അവർ ശ്രമിക്കുന്നത് സാമുദായിക സംഘടനകള്, ശക്തികള് സാമുദായികമായി ഭിന്നിപ്പിച്ച് വർഗീയമായി ഏകോപിപ്പിക്കാനാണ്. VSന്റെ കാലത്ത് നടന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ വർഗീയ പ്രചരണം നടത്തി ഞങ്ങളുടെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷ നേതാവോ CPMോ വിചാരിച്ചാൽ നടക്കില്ല. ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്, ക്ലിയറാണ്. BJP അവരുടെ കാര്യങ്ങൾ വെടിപ്പായി തന്നെ ചെയ്തു പോകുന്നു. മോദി അണ്ണനല്ലേ ആള്. എവിടെ എങ്ങനെ എപ്പോ ചെയ്യണമെന്ന് അണ്ണന് നല്ലപോലെ അറിയാം. തോമസേ, ഒരു മടിയില്ലാതെ സമുദായ നേതാക്കന്മാരുടെ വീടിന്റെ മുന്നിൽ മൈക്ക് കെട്ടി വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഭൂമികൾക്ക് ഒന്നും ഉണ്ടായില്ലല്ലോ. വരാൻ പോണ പോരാട്ടങ്ങൾക്ക് അതിന് ഊർജം പകരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള്
ഈ ദിനാചരണം നടത്തുന്നത്. എന്റെ മുത്തച്ഛനടുത്ത സദ്യക്കുണ്ടാവണേ. ഈശ്വര ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടുപോയി ഉടക്കി. കരുത്ത് പകർന്ന് ഇന്ത്യൻ ഭൂപടത്തിലെ മൂലക്കിരുത്തിയിരിക്കുക. ഇപ്പം ഈ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു പരിതസ്ഥിതിയിൽ ഇന്ന് നമ്മൾ വി എസിനെ ആലോചിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ ഞാൻ കരുതുന്നത് ഇന്ന് വി എസ് ഉണ്ടായിരുന്നെങ്കിൽ ജന്തർ മന്ദറിലെ പ്രക്ഷോഭ വേദിയിൽ വി എസ് പോയി ഇരിക്കും. കണ്ണീ ചോരയില്ലാത്ത വർത്താനം പറയല്ലേ കമാരാ. അതായിരുന്നു വി എസ്. വി എസ് ഏത് കാലഘട്ടത്തിലും ആഹ്വാനം ചെയ്യുന്നൊരു നേതാവല്ല. വി എസ് ആ സമരത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു നേതാവായിരുന്നു. വിഡിയുടെ പത്രസമ്മേളനത്തിൽ ചോദ്യപേപ്പർ ചോരുന്നെന്ന് വിവരം. എന്തു ചോദിച്ചാലും മണിമണി പോലെ മറുപടി. എങ്ങനെ സാധിക്കണോ എന്തോ. താങ്കൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ, ദേശാഭിമാനി മാത്രം ചോദിച്ചാൽ പോരാ. നോ, നിങ്ങൾ ചോദിക്കും. ഏതാ ചെറുപ്പക്കാരൻ? ദേശാഭിമാനിയിലെ അണ്ണൻ സ്ഥിരം വാങ്ങിക്കൂട്ടുന്ന കൂട്ടത്തിലുള്ള ആളാ. വിഴിഞ്ഞത്ത് ഓഹരി കൊടുത്തപ്പോൾ വീഡിയും കൊടുത്തു, കുറച്ച് കൂടുതൽ ഓഹരി ദേശാഭിമാനിയിലെ അണ്ണന്. താങ്കൾ തന്നെ 5 ചോദ്യം ചോദിക്കല്ലേ പ്ലീസ്. എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയടോ. പിന്നെന്താ പ്രശ്നം? നല്ല ചോദ്യമാണ്. ദേശാഭിമാനി ഇപ്പൊ ചോദിക്കാൻ അവസരം തന്നല്ലോ, ഞാൻ മുഴുവൻ കേട്ടു. കുട്ടികളോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ കേട്ടല്ലോ. ഒന്നേ തന്നെ ഇടയ്ക്ക് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഇടയിൽ കയറി പറയരുത് മാത്രമേ ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിച്ചുള്ളൂ. ഇപ്പൊ ചോദിച്ചല്ലോ, എൻ്റെ ഇടയിലേക്ക് പറയരുത്, എന്നെ പറയാൻ അനുവദിക്കണം. കള്ളനല്ലാത്ത കള്ളൻ വിജയനെ കള്ളനാക്കി മുദ്ര കുത്തിച്ച ദേശാഭിമാനി ഇപ്പൊ ഏറിൽ. കള്ളൻ വിജയൻ വൈറൽ. ഇന്നലെ ഉച്ചയ്ക്കാണ് ഇതിന്റെ സംഭവങ്ങൾ ഇങ്ങനെ ചാനലിലൊക്കെ എഴുതി കാണിച്ചപ്പോൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെ കള്ളം വിജയൻ എന്നുള്ള പേര് വലിയ വിഷയമായി കൊടുത്തില്ല എന്നുള്ളത്. അപ്പൊ എന്നെ പലരും വിളിച്ചാൽ ഞാൻ പറഞ്ഞു, അത് നമുക്കെന്തോ വിഷയം, എന്റെ പേരിവിടെ അറിയപ്പെടുന്ന അങ്ങനെയാണ്. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടിൻകടലയും അല്ല പട്ടുമ്പളയും വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരാവില്ല, അറിയാവോ?